ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള വാൾ ഹാങ്ങിങ് ഒക്കെ ചെയ്തിടാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ കൊറോണ ആയത് കാരണം കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പർ, നമ്മുടെ A4 ഷീറ്റ് പേപ്പറിൻ്റെ സെയിം മെഷർമെൻറ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ളതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ദാ ഇതുപോലെയുള്ളൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് 2 ഇഞ്ചിൽ, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡും 2 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ സ്കെയിൽ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അത് വളഞ്ഞൊന്നും പോയില്ല, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് നല്ല ചെറുതായിട്ട്, നമുക്ക് എത്രയും നൈസായിട്ട് ചെയ്യാൻ പറ്റും അത്രയും നൈസായിട്ട് ഇതാ ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അറ്റം വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു പീസ് മാത്രം നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. ആ ഒരു പീസ് നമുക്കിതിൽ വേണ്ട. അപ്പോൾ അത് മാത്രം നമുക്കിതിലേക്ക് ഇതിൽ നിന്ന് നിന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ദാ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അപ്പുറത്തേക്ക് മടക്കി വെച്ചത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് തന്നെ മടക്കി എടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ നേരെ എതിരായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് ഗം എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഗം തേച്ചിട്ട് ഇതുപോലെ മറിച്ച് നമ്മൾ അപ്പുറത്ത് നേരത്തെ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ 2 എഡ്ജസ്, 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുവാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് അതിനുള്ളിൽ കൈയിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് റൗണ്ട് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അതിനായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് വളരെ ചെറുതായിട്ടുള്ള റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ 3-4 പ്രാവശ്യം മടക്കി എടുത്തിട്ട് ഒറ്റ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കുറേ റൗണ്ടുകൾ കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നേരെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ സെയിം കളറിൽ വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈഡിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ റിങ്ങുകൾ മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാറുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ സെയിം കളറിൽ തന്നെ ഒരു സ്റ്റാറിനെ ഒന്ന് വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ റിങ് പോലെ തന്നെ സ്റ്റാറും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് വേണമല്ലോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1.5 ഇഞ്ച് വരുന്ന ഒരു ബോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നീളം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു നീളത്തിലെടുക്കാം. നമുക്കിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് എത്ര നീളം വേണമെന്ന് വെച്ചാൽ ആ നീളത്തിലെടുക്കാം.
വീതി 1.5 ഇഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് ഗമ്മ് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം എന്താ ഇതുപോലെ നമ്മുടെ മുകൾ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് അവിടെ പശ തേച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു റിങ്ങിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ചെറിയൊരു ബോ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ബോ വയ്ക്കാനായിട്ട് നമ്മൾ സെയിം കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ്, നമ്മുടെ 4 സൈഡും 15 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. 15 അല്ല 12 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതിനുശേഷം എന്താ ഇതുപോലെ കോണാക്കിയിട്ട് ഇതിനൊന്ന് മടക്കി കൊടുക്കാം. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കോണാക്കിയിട്ട് ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു കോണ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഏതെങ്കിലും ഒരു സൈഡിലെ ആ ഒരു ത്രികോണം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരുമിച്ച് വെച്ച ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്നിട്ട് അറ്റം വരെ ഇതുപോലെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചു വെച്ചിട്ട് നമ്മുടെ ആ മൂലയും ഒന്ന് കൂർപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തെടുത്തു. അതിനുശേഷം എന്താ ഈ ഒരു സൈഡിൽ നിന്നിട്ട് അറ്റം വരെ, അതായത് നമ്മൾ കട്ട് ചെയ്ത് പോവരുത്, അവിടം വരെയും ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോ ഏകദേശമൊക്കെ റെഡി ആയി, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ 4 മൂലയും ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 4 മൂലയും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളൊരു പെൻ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് കാണിക്കുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി അതിന് ഫീൽ ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ആ റിങ്ങിൻ്റെ കളറുള്ള ഒരു ചെറിയൊരു റൗണ്ട് കൂടി അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വാൾ ഹാങ്ങിങ്ങിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വാൾ ഹാങ്ങിങ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ ഒരു 2-3 കളർ കൂടി വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനൊരു ഇത് നമ്മുടെ സാധാരണ A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വെള്ളയും റോസും ഒരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് റോസ്, യെല്ലോ, വൈറ്റ്, അങ്ങനെ 3 കോമ്പിനേഷൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇന്ന് തന്നെ കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡ് വ്ളോഗ്സ് 786 എന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.